നിങ്ങൾ അറിഞ്ഞില്ലേ, പറമ്പിൽ ഫെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ. അതെയോ? കഴിഞ്ഞ വർഷം തന്നെ ഗംഭീരമായിരുന്നെന്നാ കേട്ടത്. അല്ല, ഈ പറമ്പിൽ ഫെസ്റ്റിന് എന്താണിത്ര പ്രത്യേകത? അത് മനസ്സിലാകണമെങ്കിലേ ആദ്യം പറമ്പിൽ ബസാറിനെ കുറിച്ച് പറയണം. കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് കുരുവട്ടൂർ. കുന്നമംഗലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഈ കുരുവട്ടൂർ ഗ്രാമത്തിലെ ഒരു പ്രധാന സ്ഥലമാണ് പറമ്പിൽ ബസാർ. ഈ ഗ്രാമം കലയെയും കായിക വിനോദങ്ങളെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുരുവട്ടൂർ ഗ്രാമത്തിലെ പ്രധാന വ്യാപാര മേഖല കൂടിയാണ് പറമ്പിൽ ബസാർ. പ്രകൃതിയാൽ സമ്പന്നവുമാണ്. ഇവിടെ ഇപ്പോൾ ഒരാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അതാണ് നമ്മൾ പറഞ്ഞ പറമ്പിൽ ഫെസ്റ്റ്. 2ാം തവണയാണ് പറമ്പിൽ ഫെസ്റ്റ് ഇവിടെ കൊണ്ടാടാൻ പോകുന്നത്. ഒന്നാലോചിച്ചാൽ ലോകത്തെ സകല കഥകളും ആഘോഷങ്ങളും തത്വശാസ്ത്രങ്ങളും മിത്തുകളുമെല്ലാം മനുഷ്യരെ പരസ്പരം ഇണക്കി നിർത്താനുള്ളതാണല്ലോ. എല്ലാ ആഘോഷങ്ങളും ഇണങ്ങിച്ചേരാൻ ഓരോരോ കാരണങ്ങളാണ്. പറമ്പിൽ ദേശത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞിനും വേണ്ടി ഈ ദേശം പരിസരമൊരുക്കി കാത്തിരിക്കുകയാണ്. മുന്നേ ജീവിച്ചവർ നമുക്ക് കരുതി വച്ചതൊക്കെയും കരുതലോടെ നമുക്കും എടുത്ത് ഉപയോഗിക്കാം. ഇത്തിരി വരും തലമുറയ്ക്കായി കാത്തുവെക്കാം, മുൻഗാമികൾ നമുക്കായി കാത്തുവെച്ചതുപോലെ. ഇതാണ് നേരത്തെ പറഞ്ഞ കഥ, ഒരുമയുടെ ദേശപ്പെരുമയുടെ കഥ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാട്ടും കഥയും മൂല്യങ്ങളും പകർന്നു നൽകിയ അമ്മമാർ വിവിധ ദേശങ്ങളിൽ നിന്ന് ആ ദേശങ്ങളിലെ സംസ്കാരത്തെ ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന പെണ്ണുങ്ങളാണ് കേട്ടോ. അങ്ങനെ മറ്റു ദേശങ്ങളുടെ മൂല്യങ്ങൾ അവർ നമ്മുടേതാക്കി മാറ്റി. ഇവിടുത്തെ മൂല്യങ്ങൾ നമ്മളും കൊടുത്തുവിട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ? MM UP സ്കൂളിലും AMLP സ്കൂളിലും നമ്മുടെ ഹൈസ്കൂളിലുമൊക്കെ പല കാലങ്ങളിലായിട്ട് ബെഞ്ചിലിരുന്ന് പഠിച്ച പാതിയിലേറെ പെൺകുട്ടികളില്ലേ? അവർ നമ്മുടെ നാടിൻ്റെ കഥകളും പാട്ടുകളും സംസ്കാരവും രുചിയും നന്മയും കൊണ്ട് പല പല നാടുകളിലേക്കായി പോയവരാണല്ലോ. പറമ്പിൽ ദേശം അങ്ങനെ എല്ലായിടത്തും നിറയുകയാണ്, പല ദേശങ്ങളിലൂടെ ഒഴുകുന്നൊരു പുഴ പോലെ. നാടിൻ്റെ യശസ്സിനെ വാനോളമുയർത്തിയ ഒരുപിടി നല്ല കലാകാരന്മാരും പറമ്പിൽ ബസാറിലുണ്ട്. അതിൽ പ്രധാനിയായിരുന്നു നാടകകൃത്തും തിരക്കഥാകൃത്തുമായ സ്വന്തം നാട്ടുകാരനായ A. ശാന്തകുമാർ സാർ. അദ്ദേഹത്തെയൊക്കെ ഓർക്കാതെ ഒരു പരിപാടിയും ഇവിടെ കടന്നു പോകാറില്ല. നാടിനെയും നാട്ടുകാരെയും ഒക്കെ സ്നേഹിക്കുന്നതോടൊപ്പം അവർക്കുള്ളിലെ കലകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഒട്ടും മടി കാണിക്കാത്ത നാട്ടുകാരാണ് നമ്മുടെ പറമ്പിൽ ബസാറുകാർ. ഇത്രയേറെ പ്രത്യേകതകളുള്ള ഈ പറമ്പിൽ ബസാറിൻ്റെ ഒരു പരിപാടിയായ പറമ്പിൽ ഫെസ്റ്റിലേക്ക് ഇനി എങ്ങനെ വരാതിരിക്കുമല്ലേ? ഇത്തവണ ഒട്ടനവധി മികച്ച പരിപാടികളോടെയാണ് പറമ്പിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പോയ വർഷം മികച്ചതായിരുന്നതൊക്കെ ഇത്തവണ ഉഗ്രനായിരിക്കും. അതിനുള്ള തെളിവാണ് 2025 ജനുവരി 1 നടത്തിയ ആലിൻ ചുവട്ടിലെ പാട്ട് എന്ന പരിപാടി. ഇതിൻ്റെയൊക്കെ പിന്നിൽ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഒത്തിരി നാട്ടുകാരുണ്ട് ഇവിടെ. ഒരുമയുടെ ആഘോഷത്തിന് നിറവും രുചിയുമേകാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.